കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൻ നവനീത് ജോലിയിൽ പ്രവേശിച്ചു. വൈക്കം ദേവസ്വം ബോർഡ് ഓഫീസിൽ ഓവർസിയറായാണ് നിയമനം. നവനീത് ജോലിയിൽ പ്രവേശിക്കുന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവനും എത്തി. അമ്മ ബിന്ദുവിന്റെ ഓർമ്മകളിൽ നീറി മകൻ നവനീത് കോട്ടയം തിരുനക്കരയിലെ ദേവസ്വം ബോർഡ് ഡിവിഷണൽ ഓഫീസിലെത്തി ഒപ്പിട്ടു. വൈക്കം ദേവസ്വം ബോർഡ് ഓഫീസിൽ ഓവർസിയറായി നിയമന ഉത്തരവ് സർക്കാർ നേരത്തെ കൈമാറിയിരുന്നു. പ്രാർത്ഥനകൾക്ക് നന്ദി അറിയിച്ചു പ്രിയ മകൻ. എൻ്റെ അമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച, അതുപോലെ തന്നെ പെങ്ങളുടെ ആരോഗ്യനിലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ജനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചെന്ന് മന്ത്രി വാസവൻ. സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ധനസഹായം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 10 ലക്ഷം രൂപയാണ് ഞങ്ങൾ ക്യാബിനറ്റ് തീരുമാനിച്ചത്. നേരത്തെ 50,000 രൂപ ഞങ്ങൾ ചടങ്ങുകൾക്ക് കൊടുത്തിരുന്നു. അങ്ങനെ 10 ലക്ഷം രൂപ സഹായധനമായി സമയബന്ധിതമായി കൈമാറി. ഇപ്പോൾ വേക്കൻസിയുള്ള പോസ്റ്റിൽ അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള വൈക്കം താലൂക്കിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിൽ തന്നെ ഓവർസിയറായി പോസ്റ്റ് ചെയ്യും. 2 വർഷത്തെ പ്രൊമോഷൻ കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് അദ്ദേഹത്തിന് പ്രൊമോഷനൊക്കെ ആയി വരിക. ജൂലൈ 3 കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടമിടിഞ്ഞു വീണുണ്ടായ അപകടത്തിലാണ് ബിന്ദു മരിച്ചത്. ബിന്ദുവിന്റെ വീട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീം പുനർനിർമ്മിച്ച് നൽകിയിരുന്നു. മീഡിയ 1 കോട്ടയം.